ചേച്ചി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ മൂന്നുപേരും കൂടെ ഉള്ള ഒരു പ്രോഗ്രാം? തീർച്ചയായിട്ടും നമ്മളത് എനിക്ക് ആമ്പിള്ളേരാണെങ്കിൽ ഞാൻ മ്യൂസിക് ട്രൂപ്പ് തുടങ്ങിയത്. എല്ലാം പെൺപടയായില്ലേ? പക്ഷെ പെൺപിള്ളേർ ഈ ഷാവട്ടന്റെ ചൈവാണ്, ഡാൻസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഹ്യൂമർ സെൻസുമാണ്, നന്നായിട്ട് ഇമിറ്റേഷൻ. അതാണ് നിങ്ങൾ ചേച്ചി 25 വർഷമായിട്ട് ഷാവട്ടൻ കോമഡി പറഞ്ഞ അച്ഛാ ചളി അച്ഛാ ചളി ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിരുത്സാഹപ്പെടുത്തും. ഞാൻ ചിലപ്പോ 100 ദിവസം ഓടിയ കോമഡി ആയിട്ടായിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് കഴിയുമ്പോൾ 3 ആളും കൂടെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മനസ്സിലായില്ലേ, അപ്പൊ എന്ത് ചെളിയാ. പക്ഷെ ഫ്രഷ് ആയിരിക്കാം. ഞാനത് ഇവർക്ക് അറിയാലോ. പക്ഷെ ഒരു പിന്നെയും 2ാം പ്രാവശ്യം പറയുന്നൊക്കെ പറയും. ഇവരുടെ പറയും. പക്ഷെ ഇവളുടെ കൂട്ടുകാരികൾ വിളിക്കുമ്പോ വെറുതെ വിളിക്കുന്ന സമയത്ത് ഇവള് ഫോൺ എടുത്തിട്ട് ഹലോ പറയടാ എന്നറിയാം. ഇവളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഡാൻസിന്റെ ടീച്ചർ അമ്മമാര് എടുത്തിട്ട് പിന്നെ അങ്ങ് ചിരിയ, ഹലോയ്ക്ക് വരെ ചിരിയാണ് തുടക്കം തൊട്ട്. ചിരിക്കില്ലെന്ന് വെച്ചാൽ ചിലപ്പോ ചിരിക്കും, ചില സാധനങ്ങൾ അത് പ്രതീക്ഷിക്കാത്തായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ വീട്ടില് നമ്മള് കോമഡി ഇത്രയും കഷ്ടപ്പെട്ട് കോമഡി വന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നില്ലല്ലോ. പക്ഷെ അവര് എന്നെക്കാൾ നന്നായി ഹ്യൂമർ പറയും പിള്ളേരുണ്ട്. ഒരു പടം വന്നാണ്ടല്ലോ പൊളിച്ചടുക്കി കൈ കൊടുക്കും. ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവരാണോ? ഒരു പടം രക്ഷപ്പെടണമെങ്കിൽ ആദ്യം വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ഗുമസ്തം കാണാൻ വേണ്ടി പോയ സമയത്ത് എല്ലാവരും ഇങ്ങനെയല്ലേ കാണാൻ, ഞാൻ ഇങ്ങനെ കാണും. ഇവരുടെ റിയാക്ഷൻ ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പറയും തീർന്നു. പക്ഷെ അവര് വളരെ നന്നായിട്ട് ഒരുമിച്ച് പറഞ്ഞു എൻ്റെ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടറാണെന്നും സിനിമ നല്ലതാണെന്നും പറഞ്ഞു. ഇപ്പൊ 1000 ബേബീസ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം കാണുമ്പോ അവര് സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ ശരിക്കും അറിയാം ആര് അഭിനയിക്കുന്ന ആരിതാവുന്ന എല്ലാ കാര്യങ്ങളും. സിനിമയുടെ എൻസൈക്ലോപീഡിയാണ് 2 അല്ല പിള്ളേരെ സിനിമയിലേക്ക് ചെയ്തു തോന്നുന്നു അല്ലേ? ചെയ്തു. ചെറിയ ആളാണ് അയ്യപ്പനം കോശി പൃഥ്വിരാജിന്റെ മോളായിട്ട് അഭിനയിച്ചത്. അവള് 2 കിങ് ഫിഷർ ബ്രദേഴ്സിന്റെ 2 പടം. ഷാജോണേട്ടന്റെ ആ പടം അത് കഴിഞ്ഞ് പിന്നെ മൂത്താള് ഇപ്പോ സ്റ്റാൻഡേർഡ് 99 ബാച്ച് സിനിമ ചെയ്തു. കുട്ടികളുടെ സിനിമയാണ്, റിലീസായിട്ടില്ല. റിലീസാവുമെന്ന് പറയുന്നു ഉടനെ അവര്. അപ്പോൾ അവള് അതിനിടയിൽ അവൾക്ക് പഠനം കഴിഞ്ഞ് അവൾക്ക് ജോലിയായി. അപ്പൊ പിന്നെ അത് നമ്മൾ ജോലി അതൊക്കെ കരിയർ കൊടുക്കണം. സിനിമ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അവർക്ക് കഴിവുണ്ട്, ടാലന്റ് ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അവർ ചെയ്യും. കരിയറിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ വന്ന കാര്യം എന്താ അറിയാം, ടിക്ടോക്കിന്റെ ടിക്ടോക്ക് ഞാൻ പറയുന്നത്. ടിക്ടോക്കിലെ വിഷയം പറഞ്ഞാൽ 200 പടത്തിനടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത്രയും വർഷമായി എന്നെ കാണുമ്പോൾ പറയും ടിക്ടോക്ക് സൂപ്പറായിരുന്നു, പക്ഷെ അതിലും മക്കള് നന്നായിരുന്നു. അതായത് എന്നെക്കാൾ സ്കോർ ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിക്കേ ഇത്രയും കാലം സിനിമ അഭിനയിച്ചിട്ട് ടിക്ടോക്ക് അതവരിങ്ങനെ പറയുന്നത്. പക്ഷെ ഞാൻ എനിക്ക് സന്തോഷം, കാരണം പിള്ളേരെ എപ്പോഴും മുന്നിൽ നിർത്തിയിട്ട് പെർഫോം ചെയ്യിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനകത്ത് ചെറിയ റോള് ഞാൻ എടുക്കും. കാരണം വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ചീറ്റിപ്പോകാൻ പാടില്ല. ഞാൻ കയറിയിട്ട് എൻ്റെ സ്കോർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാനൊരു വഴിയിലൂടെ നിൽക്കും. അവർ 2 പേരും ചിലപ്പോഴേ വരുള്ളൂ, പക്ഷെ വരുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അല്ല അവര് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം ഷാർട്ടും ഓക്കെ ഇത് ടേക്ക് ഓക്കെ ആണ് സമ്മതിക്കില്ല. ഇല്ല ഒന്നുകൂടി പോണം നമുക്ക് ഭ്രാന്തം ഷൂട്ട് ചെയ്തിട്ട് കറക്റ്റ് എല്ലാ സംഭവങ്ങളും നോക്കി കറക്റ്റ് ആക്കിയിട്ട് മൂത്ത പീസിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഒരു ഡയറക്ടറുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അവള് എങ്ങനെ പോയി ഇപ്പൊ അവളുടെ ഡാൻസ് വീഡിയോ ആണെങ്കിൽ 10-25 ടേക്ക് കഴിഞ്ഞാൽ ടയേർഡായിട്ടുണ്ടാവും. ഇല്ല ഒന്നുകൂടി എടുക്കാം, എനിക്ക് തൃപ്തിയായില്ല. നമ്മൾ ഈ ക്യാമറയും പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മളെന്താ വെച്ചാൽ തുടക്ക കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നേ, എങ്ങനെയെങ്കിലും ടേക്ക് ഒന്ന് ഓക്കെ ആയാൽ മതിയെന്ന് വരുന്നത്. ഇപ്പോഴൊക്കെയാണ് നമ്മളൊരു ക്യാരക്ടർ നമുക്കൊന്നുകൂടെ ചെയ്യണം, അത് നന്നാക്കണം എന്നൊക്കെ ഇപ്പോഴല്ലേ. കാരണം ഡിജിറ്റൽ വന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. മറ്റേത് ഫിലിമാണ്. നമ്മൾ 2ാമത്തെയും 3ാമത്തെയും തവണ സാർ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റ് ചെയ്യും. അന്നത്തെ കാലത്ത് അതൊരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. സാർ നമുക്കൊന്നുകൂടെ എടുക്കാം.